ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 4-1-1-4 യെസ് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്. ആ ഒരു ഫോർമേഷനിൽ നമ്മൾ കളിക്കാൻ പോവാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു സ്കോഡ് വെച്ചിട്ടായിരിക്കും കളിക്കുക. യെസ്, ബ്ലിറ്റ്സ്കളൊക്കെ വെച്ചിട്ട് കളിക്കാൻ പറയലുണ്ടായിരുന്നു. അപ്പോൾ ബ്ലിറ്റ്സ് ഗോളൊക്കെ ഉണ്ട് നല്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ നോക്കുക. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓപ്പണിൻ്റെ ഡിവിഷൻ 2 ആണ്. ഹെയർ വി ഗോ. 4-1-1-4 കളിക്കുന്നത്. കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് ഫോർമേഷൻ ചെയ്തിട്ടപ്പോൾ 4-1-1-4 കളിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്തായാലും കളിക്കാൻ പോകണം ഐസ്. അപ്പോൾ നമ്മളെ ഫോർമേഷൻ ഇതാണ്. ഓക്കെ, ഓപ്പോണൻറ്റ് ഫോർമേഷൻ 4-1-1-4 ഇവിടെ സേഫ് ഫോർമേഷനാണ്. ഫസ്റ്റ് കളി തന്നെ. സ്ക്രൈഫ് മെസ്സി എടുക്കടാ. അയ്യോ, ഗോർഡൻ എംബാപ്പെ ഡബിൾ ടച്ച് ആൻഡ് ബൂം. വാട്ട് എ ഗോൾ മാൻ. അത് അവിടെ എന്താ മെസ്സി ചെയ്ത് കാലിൻ്റെ ഇടക്കോട്ട് പോയി ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഗോൾ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഡിഫൻസ് എപ്പോഴും പണിയാവാൻ ചാൻസ് ഉണ്ട് ഈ ഫോർമേഷനിൽ. മെസ്സി, എംബാപ്പെ ആൻഡ് റൂമി ഗൈസ്, കമോൺ. നെയ്മർ, പാസ് ടു സാല, ഈസി ഗോൾ. 4 ആളും ടച്ച് ചെയ്ത്, 4 ഫോർവേഡും ടച്ച് ചെയ്ത് ഗൈസ്. ഇജാതി ഗോളൊക്കെ. ഇതൊക്കെയാണ് പ്ലേ മേക്കിങ്. പറയാൻ പറ്റില്ല കേട്ടോ, ഈ ചക്ക നല്ല കളിക്കുന്നുണ്ട് ആരായാലും. എംബാപ്പെ, അയ്യോ, ബാക്ക് ടു എംബാപ്പെ. കൊടുക്ക് കമോൺ എംബാപ്പെ. നൈസ് സേവ് മാൻ. നല്ല സ്പേസ് അപ്പുറത്ത്. 4-1-1-4 പവർ തന്നെയാണല്ലേ ശരിക്കും ഈ ഫോർമേഷൻ. വൈറ്റ്, സല, ബാക്ക് ടു വൈറ്റ് ടു സാല. നൈസ് ടേണി, ഒരു കേളി. കമോൺ, ഇറ്റ്സ് സാല. വാട്ട് എ ഗോൾ ഗൈസ്. ബ്ലിറ്റ്സ് അടിത് മറ്റേ എന്താ പറയുക, ഒരു ഗെയിം പ്ലേ ആയിട്ട് തന്നെ ഇടാൻ പറ്റിയ സാധനം ഉണ്ടല്ലോ. ബ്ലിറ്റ്സൊക്കെ അടിച്ച് കയറ്റിയിട്ട് അടിപൊളിയായിട്ട്. ഗോർഡൻ ടേണാ. എടാ, അത്യാവശ്യം നല്ല കളിക്കണ്ടായി ഓപ്പോണൻ്റ്. അത് ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനമൊക്കെ ഇടക്കിടക്ക് ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല കളിയാണ്. ഓപ്പോണൻ്റ് നല്ല പൊസിഷനൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട് ഇടക്കിടക്ക്. ഏടാ, പെട്ടെന്നുള്ള ഒരു പാസിംഗ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ഇവിടത്തേക്ക് കൊടുക്കാൻ പോകുന്നതെന്ന്. നമ്മൾ അത്യാവശ്യം കളിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഒപ്പോണൻ്റ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. നമ്മൾക്ക് പറ്റിയൊരു ഒപ്പോണൻ്റ്. ട്രിപ്പിയർ, എടാ ഗോള് അല്ല ജാതി. ഓക്കെ, അലക്സാണ്ടർ ആർണോൾഡ്. ഓക്കെ, ഓഫ് സൈഡാണ്. ഈസി. കമോൺ, ഇറ്റ്സ് 2-1 ബട്ട് സ്റ്റിൽ ഹി ക്യാൻ കം ബാക്ക്. ഓക്കെ, റുമി, സല, ഫിനിഷ്. ഇറ്റ്സ് സല. ബ്ലിറ്റ്സ് അല്ല, നോർമൽ കേളാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ബ്ലിറ്റ്സ് കാർഡ്. സല, വൈറ്റ് ടു സല. നൈസ് കേൾ. അവിടെ സേവ്. നെയ്മർ, എൻ്റെ മോനെ വിന്നി സേവ് ഇടാ. ഇതെന്ത് തേങ്ങ ഗോളി. എംബാപ്പെ, സോറി, റുമി, സല, കേൾ. റോഡ്രി നൈസായിട്ട് മിസ്സായിട്ടുണ്ട്. 74 മിനിറ്റ്സ്. എംബാപ്പെ ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. ഇവൻ സീനാട്ടോ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് മിനിറ്റിൽ പണി വരുന്നുണ്ട് എന്തായിട്ടും. ബെല്ലിംഗാം, ഓ എടാ, ഞാൻ വെച്ചത് ഗോള് കയറിയിരുന്നു. അതും കൂടി ഗോളായി എനിക്ക് തീർന്നു. എടാ, അയ്യോ, മിസ്റ്റേക്കടാ തോന്നുന്നു. ഇനി ഒരു ഗോളും കൂടി അടിച്ചാ തീർന്ന്. എടാ ബ്രോ, സേവ് ഇല്ല. മൾഡിനെ കൊണ്ടിട്ട്. എടാ, ഇവൻ സീന് കളിയാട്ടോ ഇത്. അതും പോലെ തന്നെ അവിടെ ലാഗ് ഉണ്ടായിരുന്നു ആ മൾഡിന് കിട്ടുന്ന ടൈമിൽ. ലോട്ട നല്ല കളിയായി. 3-3. ഇത് തീരുമാനമാകുന്ന പോലെ ഉണ്ട്. ഫസ്റ്റ് കളി തന്നെ ഒട്ടെന്ന് തോന്നുന്നു. എനിക്ക് കിട്ടി, എനിക്ക് കൊടുക്കൂല. കമോൺ ഇറ്റ്സ് ലോട്ടേറോ. ആരെങ്കിലും ഇപ്പുറത്തുണ്ടാ? വേണ്ട. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ആരെങ്കിലും ഇപ്പുറത്ത് വന്നാൽ ഞാൻ പാസ് ഇട്ടുമോ പറയാണ്ട്. ആരും വന്നില്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അതാ അടിച്ചേ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ 4-3 ആക്കിയിട്ട് ഫസ്റ്റ് കളി തന്നെ കിടില മാച്ചാലോ. എത്ര ഗോൾ ഇത്? 7 ഗോളാണ്. ഈ ഫോർമേഷൻ്റെ കുഴപ്പവും അതേപോലെ അഡ്വാൻറ്റേജും എല്ലാം ഇത് തന്നെയാണ് ഗൈസ്. ഗോൾ അടിക്കാനും കഴിയും, വാങ്ങാനും കഴിയും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കളി കൊണ്ടുപോയത് സലയാണ് ഗൈസ്. എത്ര 3 ഗോളം കണ്ട് അടിച്ചു. തന്നെയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഉണ്ടാവുക. യെസ്, 8.5 റേറ്റിംഗ് സല. അപ്പോൾ സെക്കൻഡ് ഓപ്പോണൻറ്റും ഡിവിഷൻ 2 ആണ്. ഇവനും 4-1-4-1 ആവാണ്ടെന്നാൽ മതി. 4-1-1-4 ആവാണ്ടെന്നാൽ മതിയായിരുന്നു. ഫോർമേഷൻ ഇതെന്ത് തേങ്ങയാടാ. 4-2-2
റോഡ്രി. ഓക്കെ, ഇറ്റ്സ് നെയ്മർ കേൾ. പക്ഷേ ഒരു കാര്യമില്ലാണ്ടായിപ്പോയി. അതൊന്നും കയറൂലെന്ന് എനിക്ക് തന്നെ ഉറപ്പാണ്, പക്ഷെ എന്തിനാ അറിയില്ല, വെറുതെ അടിച്ചു പോയി. എംബാപ്പെ, നൈസ്. എംബാപ്പെ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് റൂമി, ഫിനിഷ്. ഇറ്റ്സ് റൂമി ഗൈസ്, ലെറ്റ്സ് ഗോ. ഫൈനലി ചാൻസ് കിട്ടിയപ്പോൾ സ്കോർ ചെയ്യണം. അതാണ് ഈ ഫുട്ബോളിൽ മെയിൻ ഗൈസ്. കാരണം ഞാൻ ഇത്രയും നേരം അറ്റാക്ക് ചെയ്തിട്ട് ഒരു ഗോള്, ഒരു ചാൻസ് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എംബാപ്പെ നൈസ്. പെഡ്രി, പാസ്റ്റ് എംബാപ്പെ, റുമി, ഫിനിഷ്. ഇതൊക്കെ എങ്ങനെ ഗോൾ ചെയ്യുന്നത്? ഇത്രയും നേരം ഒരു അറ്റാക്ക് പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ടീമിൽ തട്ടി മുട്ടയൊക്കെ ഓടിക്കുന്ന ഗൈസ്. പെഡ്രി, എംബാപ്പെ, റുമി, നെയ്മർ. അറ്റാക്ക് ഉണ്ടായിരുന്നു, അത് വിളിച്ചില്ലേ ഗൈസ്. നല്ല രീതിയിൽ ഒരു അറ്റാക്കിങ് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. 4-1-4 കളിക്കുമ്പോൾ നല്ല പ്ലേയേഴ്സൊക്കെ നല്ല ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. എവിടെയായാലും പാസ് ഇടാനൊരു പ്ലെയർ ഉണ്ട്, അത് തന്നെ ധാരാളം. അത് ഓനോ ആണെന്ന് തോന്നുന്നില്ലേ, ഓനാണെന്നല്ലേ ഗോൾ കീപ്പർ ആരില്ലാട്ടെ. റുമി, പാസ് ടു സല, ഈസി ഗോൾ. കൗണ്ടർ അറ്റാക്കും അടിപൊളിയാട്ടോ ഇതിൽ. ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നത്, എന്നിട്ടും കൗണ്ടർ അറ്റാക്ക് നൈസായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫോർമേഷൻ്റെ ഓവർ തന്നെയാണ് എടുത്തു പറയണം. കാരണം ഇതേപോലെ എനിക്ക് 4-2-2-ൽ കൗണ്ടർ അറ്റാക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 4-2-2-ൽ ഞാൻ ബിൽഡപ്പാണ് നല്ല രീതിയിൽ. ഓക്കെ, അപ്പം എംബാപ്പെ, ഫിനിഷ്. റുമി, അത് കുറച്ച് വെറുതെ തമാശയൊക്കെയാണ്. ഒരു ഗോൾ കൂടി അടിക്കായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇത്ര ഗോളൊക്കെ മതി. അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. നല്ല നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അറ്റാക്കിംഗ് ഒന്നും ഒരു ക്ഷാമമില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഫോർമേഷൻ്റെ പ്രത്യേകത അതാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഡിഫൻസാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം 8 ഷോട്ട് 6 ടാർഗറ്റൊക്കെ. ഞാൻ ഇങ്ങനെ ഷൂട്ടൊന്നും ചെയ്യലൊന്നുമില്ല. ലാസ്റ്റ് തന്നെ ഇപ്പോൾ 2 ഷോട്ട് ചെയ്തില്ല. 2 വേണമെങ്കിൽ ഓടാൻ പറ്റും, പക്ഷെ വെറുതെ ഒന്ന് ഇതാക്കിയതാണ്. ഇതിൽ റുമ്മയാണ് മാൻ ഓഫ് ദ മാച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് ഓപ്പണൻറ്റ് വന്നിട്ടുണ്ട്. അത് ഡിവിഷൻ 3 ആണ്. അപ്പോൾ ഇത്രയും നേരം ഡിവിഷൻ 2 വന്നു. ഡിവിഷൻ 3 എന്ന് പറയുന്ന സാധനത്തിൻ്റെ പേര് കളിക്കാൻ തീരെ ഇഷ്ടമല്ല ഗൈസ്. കാര്യം എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ, നല്ല സ്ക്രിപ്റ്റ് അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഓപ്പണൻറ്റ് സ്ക്വാഡ് ഇതെന്താടാ എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി. ഇതെന്താ 3 ഡിഫൻസാ? 3-1-4 ഗൈസ്. അതും റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, ഒരു സെൻറ്റർ ബാക്ക്. പക്ഷേ ഒന്നും നോക്കണ്ട, ഭയങ്കര ഡിഫെൻഡിങ് ആയിരിക്കും. ഓക്കെ, റഫേലിയോ, ഫസ്റ്റ് ചാൻസ്. എംബാപ്പെ, ഈസി ഗോൾ. ഓഹോ, എടാ അത് പൊളി ഫിനിഷ് ആയിട്ടോ. കാരണം ഡിഫൻസ് അവിടെ കിടന്ന് പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഗോൾ കീപ്പറും ഡൈവ് ചെയ്തു, പക്ഷേ നോ ചാൻസ് ഗൈസ്. ഇറ്റ്സ് എംബാപ്പെ. റുമി, ഓപ്പൺ ചാൻസ് എടാ. ഇത് 3 ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് തേങ്ങ, എത്ര ആളവിടെ ഉള്ളത് നോക്കിയേ. റുമി, പാസ് സല. എടാ ഫൗളടാ, ഇതെന്ത് തേങ്ങയാ. ഓക്കെ, സല എടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് റുമി. എൻ്റെ മോനെ ഇപ്പുറം കളിച്ച പ്രാന്തി. കേച്ച് റുമി. എടാ റുമി, അതെന്ത് ടാപ്പിംഗ് ആടാ. ഹാഫ് ടൈം ആയിട്ട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഡിവിഷൻ 3ൻ്റെ പേരും കളിക്കാൻ മാത്രമേ ഈ ടഫൊക്കെ ഉണ്ടാവും. ഇത്രയും നേരം ഈ ടഫ് ഉണ്ടായില്ല സത്യം പറയാലോ. 2ൻ്റെ പേരും കളിച്ചാൽ 1-നൊക്കെ പുട്ട് പോലെ ഒട്ടിക്കാനായിട്ടുണ്ട്. പക്ഷേ ഈ ഡിവിഷൻ 3 ഗൈസ് മടുത്ത് സത്യം പറഞ്ഞാൽ ഈ ഡിവിഷൻ 3നെ കിട്ടുന്നത്. മൾഡീനി ഒക്കെ റോഡറി എടുത്തിട്ടുണ്ട്. കമാ നൈസായിട്ട് സ്പേസ് ഉണ്ട് അവിടെ, പക്ഷെ പാസ് ചിലപ്പോൾ പോലും. ഭാഗ്യം പോയി. ഇങ്ങനെ എത്ര ഫിനിഷിങ് അറിയാം നിങ്ങൾക്ക്? 92 ഫിനിഷിങ്, 92 കിക്കിംഗ് പവർ, അങ്ങനെ എന്തല്ലോ. 92 അല്ല, കിക്കിംഗ് പവർ എത്രയാമോ? ഇപ്പോൾ കാണിച്ചറേ ഇവിടെ 94 ഫിനിഷിങ്, 93 കിക്കിംഗ് പവർ. ഇറ്റ്സ് അല്ല ഗൈസ്. എടാ എന്തിനാടാ ഞാൻ പിന്നെ സ്റ്റാൻഡിങ് അടിച്ച് ഓൾറെഡി നിർത്തും. എന്താടാ ഇതൊക്കെ? വേണ്ട. ഇറ്റ്സ് അല്ല ഗൈസ്. കേൾ ഒന്നും ആവില്ല ഗൈസ്, ഒന്നും പോകാന്നില്ല. സ്റ്റണ്ണിങ് പോവില്ല, കേള് പോവില്ല, തേങ്ങ. പാസ്റ്റ് എംബാപ്പെ. എടാ എന്തുടാ. റാഫേലിയോ, പാസ്റ്റ് എംബാപ്പെ. എടാ ഇവനത് ആരടത്? ഭാഗ്യം ഗൈസ്, അവൻ എന്തായാലും മറികടന്നിട്ടുണ്ട്. സല, പാസ്റ്റ് റുമി ആൻഡ് ഫിനിഷ്. എടാ അതും അടിച്ചില്ല എന്നാടാ ഞാൻ വിചാരിച്ചു. എത്ര നേരമായി ഗൈസ്. എടാ ഇവൻ ആരടാ ഈ ഡിഫൻഡർ? ഇത്ര നേരമായി.
അപ്പോൾ ഗൈസ് തേർഡ് മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട് 2-0. ഫസ്റ്റ് മാച്ച് 4-3, സെക്കൻഡ് മാച്ച് 3-0 ആണെന്ന് തോന്നുന്നു അല്ലേ? 3-0 ആണ്. നല്ല ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ 3-0 നമ്മൾ ഒതുക്കി. പിന്നെ തേർഡ് മാച്ച് 2-0 ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. അപ്പം 4-1-1-4 കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നൈസ് അറ്റാക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഡിഫെൻഡിങ് കുറച്ച് പണിയുണ്ട്. അറ്റാക്കിങ് നമുക്ക് കുറേ എന്താ പറയുക ഗ്യാപ്പ് കിട്ടുന്നുണ്ട്, കുറേ ഭാഗത്ത് പ്ലെയേഴ്സ് ഇങ്ങനെ ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഫോർമേഷൻ വെച്ച് കളിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ബൈ.